ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഇതിലൊരു വലിയ വിമർശനമായി ഇന്നലെ മുതൽ ഉയർന്നു കേട്ടത് 2 FIR ഇട്ടത് എന്തിനാണ് എന്നുള്ളതാണ്. അല്ല, ഞാൻ വരാം, താങ്കളിലേക്ക് എത്താം, താങ്കൾക്ക് ഞാൻ സമയം തരാം. എന്തിനു വേണ്ടി 2 FIR ഇട്ടു എന്ന ചോദ്യം, അതിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് രക്ഷിക്കാൻ വേണ്ടിയാണ്, ആരെയോ രക്ഷിക്കാൻ വേണ്ടിയാണ് 2 FIR ഇട്ടതെന്ന് പറയുന്നു. മറ്റൊന്ന്, 1 കിലോയിൽ താഴെയാക്കി ഒരു FIR-ൽ പറഞ്ഞിരിക്കുന്നത് 1 കിലോയിൽ താഴെ എന്നുള്ളതാണ്. അത് SFI പ്രവർത്തകനാണ്. അതിലും ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ല, പോലീസ് പ്രാഥമികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ സംശയിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് അവർ രേഖപ്പെടുത്തി കഴിഞ്ഞ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളിലേക്ക് തിരിച്ച് അടിക്കരുത് എന്നുള്ള രീതിയിൽ അവർ മുഴുവൻ വീഡിയോഗ്രാഫി, അതായത് മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ എല്ലാം വീഡിയോഗ്രാഫി ചെയ്ത് കൃത്യമായി അവർ സൂക്ഷിച്ചതിന് ശേഷം നടത്തിയ റെയ്ഡാണ്. അത് കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെയും കൂടെ ആവശ്യപ്രകാരം മുൻകൂട്ടി അറിയിച്ച് മുൻകൂട്ടി അന്വേഷണം നടത്തി അതിന് വേണ്ട മുന്നൊരുക്കങ്ങളും വേണ്ട രേഖകളും ഒക്കെ സ്വീകരിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ പകർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു രേഖയായതുകൊണ്ട് അതിനകത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഏജൻസി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വാസ്തവം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതിൽ നമ്മൾ പ്രസക്തി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ 2 FIR എടുത്തത് സ്വാഭാവികമായിട്ട് 2 FIR എടുക്കും. കാരണം ഒരു സ്ഥലത്ത് നിന്നല്ല എടുത്തത്, 2 മുറികളിൽ നിന്നാണ്. 2 മുറികളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരേ സമയത്തുള്ള സെർച്ച് അല്ല, ഒരു സെർച്ചിന് ശേഷം മറ്റൊരു സെർച്ച് എങ്ങനെ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ 2 സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചത് 2 റൂമിലാണ്, 2 സ്ഥലമായതുകൊണ്ട് അതിന് അല്പ സമയവ്യത്യാസം ഉണ്ടാവും. ആ സമയവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് 2 FIR എടുക്കുന്നതിൽ തെറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റ് കാണാനും പറ്റില്ല. കാരണം എന്താ പറയുക, 2 മുറിയാണ്, 2 മുറിയിൽ 2 ആളുകളാണ് താമസിച്ചിരിക്കുന്നത്. അങ്ങനെ 2 സ്ഥലത്തേക്ക് ചെയ്യുമ്പോൾ അത് നോക്കി 2 FIR എടുത്തു. 2 FIR എടുത്തതിന് ശേഷം ഇത് രണ്ടും ഒരേ കേസിന് ഒരേമാതിരി ഒരേ രീതിയിൽ അവിടെ കൊണ്ടുവന്ന് വെക്കുകയും അത് അവിടെ നിന്ന് വിപണനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളും ഗൂഢാലോചനയും അതിൻ്റെ വേണ്ടിയിട്ട് ഉള്ള സമാഹരണമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നിച്ചൊരു FIR ഒരു ചാർജ് ഷീറ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 FIR എടുത്തതിൽ അസ്വാഭാവികത പറയാൻ പറ്റില്ല. പിന്നെ ക്വാണ്ടിറ്റികളെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം സീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാക്ഷികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരുമില്ല. അവിടെയുള്ള ആളുകൾ ആരോപണം പ്രത്യാരോപണം നടത്തുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും എത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് പോലീസിൻ്റെ കാര്യങ്ങൾ, പോലീസിൻ്റെ പേരിലേക്ക് അബദ്ധങ്ങൾ ഇതേമാതിരി വരുന്ന ഒരു ആരോപണങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയാൻ എന്തായാലും ശരി അവർ ചെയ്ത വീഡിയോഗ്രാഫുകൾ ഉപയോഗിക്കാൻ നിയമപരമായിട്ട് കേരള പോലീസ് അവരെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പേരിലേക്ക് ഇത് വഴിതിരിച്ചിട്ട് ആരോപണമായിട്ട് ചെല്ലുകയാണെങ്കിൽ അവർക്ക് അത് വെച്ചിട്ട് അത് സമർത്ഥിക്കാൻ ഉപയോഗിക്കാം എന്ന് വരെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇപ്പോൾ ഡിഫെൻസീവിലാണ്. കാരണം അത് ചെയ്തതിന് ഒരു പ്രധാന ഘടകമുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഇതേമാതിരി വിദ്യാർത്ഥി സംഘടനകളിലെ അടുത്ത് കഴിയുമ്പോൾ അവരുടെ പേരിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഭയാശങ്കകളോട് കൂടിയിട്ട് ആ ഭയാശങ്കകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തികൾ അവരെ സുതാര്യമാക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നിയമപരമായിട്ട് അവർക്ക് അധികാരം, നമ്മുടെ കേരള പോലീസ് ആക്ട് പ്രകാരം സെക്ഷൻ 33 പ്രകാരം അവർക്ക് അധികാരമുള്ളതുകൊണ്ട് അവരത് ചെയ്തിരിക്കുന്നത് അവർക്കൊരു ഡിഫെൻസീവ് എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അതല്ലാണ്ട് ചിലർ അതിനെപ്പറ്റി പറയുന്നുണ്ട്, പോലീസ് എന്തിനാ ഒരിടത്തും ചെയ്യാത്ത ഇത് ചെയ്യാം. പോലീസിന് അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഓഡിയോ വീഡിയോഗ്രാഫ് എടുത്ത് സൂക്ഷിക്കുകയും അങ്ങനെ സൂക്ഷിച്ച് കഴിയും എപ്പോഴെങ്കിലും അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, അല്ല എപ്പോഴെങ്കിലും അവരുടെ പേരിലേക്ക് പരാതികൾ വരികയാണെങ്കിൽ അല്ലെ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അവസരം വരുമ്പോൾ അവർക്ക് അവരുടെ ഡിഫൻസിന് ഈ കാര്യം ഉപയോഗിക്കാമെന്ന് നിയമം പറയുമ്പോൾ അതിനകത്ത് അസ്വാഭാവികതയില്ല. അപ്പോൾ 2 FIR എടുത്തു കഴിഞ്ഞാലും ഈ സാഹചര്യത്തിലാണ് എടുത്തത്. അത് അന്വേഷണത്തിന് ശേഷം സംയോജിപ്പിച്ച് തന്നെ ഒന്നിച്ച് സ്റ്റോർ ചെയ്ത് ഇവരെല്ലാവരും ഏകോപിച്ച് ചെയ്തിരുന്നതാണ് എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കപ്പെട്ടാൽ അന്വേഷണത്തിൽ തെളിവ് ശേഖരണത്തിന് ശേഷം കേസിൽ അത് ഒരു ചാർജ് ഷീറ്റ് ആക്കാൻ കുഴപ്പമൊന്നുമില്ല, അല്ലെ 2 ചാർജ് ഷീറ്റ് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കൊണ്ടുവന്നത് ഒന്നായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അറസ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചാണ് ഇവർ സ്റ്റോർ ചെയ്ത് ഇവർ തന്നെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരും ഒരേമാതിരി
ഉത്തരവാദിത്വത്തോടുകൂടി പരസ്പര ധാരണയോടുകൂടി ചെയ്യപ്പെട്ടതാണെങ്കിൽ എല്ലാവരെയും മറ്റവരെ ജയിലിൽ കൊടുത്താൽ അവരെ റീഅറസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇനിയും കോടതിയിലേക്ക് അയക്കാനൊക്കെ സാധിക്കും. അതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ചെയ്യാൻ പാടില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല, ചെയ്യാൻ സാധിക്കുമെന്നാണ് നിയമം പറയുന്നത്. അതനുസരിച്ചിട്ട് പോലീസിന് വേണമെങ്കിൽ പോകാം. അതുകൊണ്ട് ഈ പരാതികൾക്ക് വലിയ അടിസ്ഥാനം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അതിനകത്ത് സാധാരണഗതിയിൽ എന്താണെന്ന് പറഞ്ഞാൽ ഏത് കേസും ക്യാമ്പസുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായ ആരോപണം പ്രത്യാരോപണം സർവ്വസാധാരണമാണ് നമ്മുടെ ഇടയിൽ. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ആർക്കെങ്കിലും പരീക്ഷിച്ച് നോക്കണമെങ്കിൽ ഇതേമാതിരിയുള്ള വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി.